നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. തൊഴിലാളികളുടെ ഹൃദയ താളമായി മാറിയ അനീതിക്കെതിരെ നിശബ്ദനാകാൻ വിസമ്മതിച്ച ആ ശബ്ദം ഇനി ഓർമ്മകളിൽ. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ വിടവാങ്ങി. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 അന്ത്യം. കേരളത്തിന്റെ വിപ്ലവ സൂര്യന് ആദരാഞ്ജലികൾ. ആദ്യം പ്രധാന വാർത്തകൾ. സമര നായകന് വിട. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. ആദരസൂചകമായി നാളെ പൊതു അവധി. ഇന്തോ-US വ്യാപാര കരാറിനുള്ള അടുത്ത റൗണ്ട് ചർച്ച ഓഗസ്റ്റിൽ. US സംഘം ഇന്ത്യയിലെത്തും. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വീണ്ടും തിരുത്തൽ സാധ്യതയെന്ന് നൊവാമ. ആഗോളതലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ഏറ്റവും ചെലവേറിയ വ്യാപാര വിപണികളിൽ ഒന്നായി തുടരുമെന്നാണ് കാരണമെന്നും റിപ്പോർട്ട്. പുതിയ ആദായ നികുതി വകുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സെലക്ട് കമ്മിറ്റി. ചെറുകിട നികുതിദായകർക്ക് റീഫണ്ട് വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന് ശുപാർശ. വിപണിയെ നിരാശപ്പെടുത്തി അൾട്രാടെക് പാദഫലം. പ്രതീക്ഷിച്ചത് 2463 കോടി രൂപയുടെ അറ്റാദായം. റിപ്പോർട്ട് ചെയ്തത് 2226 കോടി രൂപ. വിശദമായ വാർത്തകൾ നോക്കാം. സമരനായകന് വിട. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വൈകിട്ട് 3:20 അന്ത്യം. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അമൽ ചേരുകയാണ്. അമൽ, ശവസംസ്കാര ചടങ്ങുകൾ എപ്പോഴാണ് നടക്കുക? പൊതുദർശനം എവിടെയൊക്കെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത്? വിശദാംശങ്ങൾ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 മരണം സ്ഥിരീകരിച്ചത്. അതിനകം AKG പഠന ഗവേഷണത്തിലേക്ക് കൊണ്ടുപോകും. ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. AKG പഠന ഗവേഷണ പൊതുദർശനത്തിന് ശേഷം ഇന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും അതിനുശേഷം നാളെ രാവിലെ 9 മണിക്ക് ദർബാർ പൊതുദർശനത്തിന് വയ്ക്കും. ഇവിടെ സഹപ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും അടക്കം അർപ്പിക്കാനുള്ള അവസരമുണ്ടാവുക. അതിനുശേഷം അദ്ദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. മറ്റന്നാൾ ആലപ്പുഴയിലാകും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഭാര്യ വസുമയ വിൻകുമാർ VV അടക്കം മരണസമയം ഇദ്ദേഹത്തോടൊപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ 23-നാണ് VS അച്യുതാനന്ദൻ തിരുവനന്തപുരം പട്ടത്തെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് വിട. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. വിവിധ സ്ഥലങ്ങളിൽ പൊതുദർശനത്തിന് ശേഷം നാളെ മൃതദേഹം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. മറ്റന്നാളാണ് സംസ്കാരം നടക്കുക. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അമലാണ്. കേരളത്തിന്റെ സമര നായകന് വിട. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ ഇനി ഓർമ്മ. സമര പുളകങ്ങളുടെ നീണ്ട കാലത്തിന് സമാപ്തി.
പോലും തല നരക്കാത്തതല്ല എന്ന യോസവും. കേരളത്തിന്റെ വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദൻ. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര പഞ്ചായത്തിൽ 1923 ഒക്ടോബർ 20 ജനനം. വേലിക്കകത്ത് അച്യുതാനന്ദനായി വളർന്നു. VS അച്യുതാനന്ദനായി പടർന്നു. ഒടുവിൽ VS എന്ന രണ്ടക്ഷരത്തിന്റെ മാന്ത്രികതയിൽ മലയാളികളുടെയാകെ ഹൃദയത്തിൽ കുടിയേറിയ VS. കുട്ടിക്കാലത്ത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനു വേണ്ടി പുന്നപ്ര പറവൂർ ജംഗ്ഷനിലെ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിലെ സഹായിയായി കൂടി. സമീപമുള്ള കയർ ഫാക്ടറി തൊഴിലാളികളുടെ സന്ദർശന കേന്ദ്രം. തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചും നാട്ടിലെ സംഭവ വികാസങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നതിൽ ബാലനായ അച്യുതാനന്ദന്റെ കണ്ണും കാതും ഉടക്കി. ഇതാണ് അദ്ദേഹത്തെ ആസ്പിൻവാൾ കയർ ഫാക്ടറി തൊഴിലാളിയായി എത്തിച്ചത്. ജോലിക്കിടയിൽ ഒരു ദിവസം സഖാവ് P. കൃഷ്ണപിള്ള വരുന്നു. ആ കൂടിക്കാഴ്ച യൗവനത്തിലേക്ക് പദമൂന്നിക്കൊണ്ടിരുന്ന അച്യുതാനന്ദന്റെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം 40കളുടെ ആദ്യം കുട്ടനാട്ടിലേക്ക് പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കുട്ടനാടൻ പാടവരമ്പുകളിലും ചതുപ്പുകളിലും നീന്തിയും തുടിച്ചും നടത്തിയ പ്രവർത്തനം. 1943 തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു. സംഘടന പിന്നീട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി. പിന്നെ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനായും വളർന്നു. പിന്നെ യുവാവായ VSനെ കാണുന്നത് മികച്ച സംഘാടകനായാണ്. ചെത്തുതൊഴിലാളി യൂണിയൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ, കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ. കയർ ഫാക്ടറി തൊഴിലാളി സമരം ഒടുവിൽ പുന്നപ്ര വയലാർ സമരമായി ഇതിഹാസം രചിച്ചു. സമരത്തെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുമ്പോൾ പോലീസ് പിടിയിലായി. കൊടും മർദ്ദനം. കാൽവെള്ളയിൽ പോലീസ് ബയണറ്റ് കുത്തിയിറക്കി. CPMന്റെ സ്ഥാപക നേതാക്കളിലൊരാൾ. 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ആശയ ഭിന്നതയുടെ പേരിൽ ഇറങ്ങിപ്പോന്ന 32 സഖാക്കളിൽ ഒരാൾ. പിന്നീട് അവരുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ തെനാലിയിൽ ചേർന്ന കൺവെൻഷനാണ് CPIM രൂപീകരണത്തിന് നാന്ദി കുറിച്ചത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, LDF കൺവീനർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ VS വഹിക്കാത്ത പദവികളില്ല. ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും VSനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. കണ്ണേ കരളെ എന്ന് വിളിച്ച് കൂടെ നിന്നു. 40കളിലെ ഫ്യൂഡൽ കൊളോണിയൽ കാലം മുതൽ 2014 ശേഷമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയാധികാര കാലം വരെ എല്ലാ ചൂഷിത വ്യവസ്ഥകളോടും പൊരുതി. കേരള ജനതയുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മുഖമായി VS. നിയമസഭയ്ക്കകത്തും പുറത്തും VS തന്റേതായ ശൈലിയിൽ നടത്തിയ പ്രസംഗങ്ങളും നർമ്മം കലർന്ന പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. പാമോലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. മതികെട്ടാൻ മല നടന്നുകയറി. സൂര്യനെല്ലിയിലെ പാവം പെൺകുട്ടിക്ക് താങ്ങും തണലുമായി ആ മനുഷ്യൻ നിന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. ഔദ്യോഗിക നേതൃത്വം എതിർത്തപ്പോഴും കൂസാതെ അദ്ദേഹം മുന്നോട്ടുപോയി. 83 വയസ്സിൽ കേരള മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആദ്യം സീറ്റ് നിഷേധിച്ച പാർട്ടിക്ക് ശക്തമായ ജനകീയ ഇടപെടലിനെ തുടർന്ന് സീറ്റ് നൽകേണ്ടി വന്നതും ചരിത്രം. VS ഉണർന്നു പ്രവർത്തിച്ചപ്പോഴെല്ലാം കേരള രാഷ്ട്രീയവും ഉണർന്നു. നീട്ടിയും കുറുക്കിയുമുള്ള ആ പ്രസംഗത്തിന്റെ ചാരുത ഇനി ഓർമ്മയാകും. കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന് സീതാറാം യെച്ചൂരി വിശേഷിപ്പിച്ച സാക്ഷാൽ VS. AKജിക്ക് ശേഷം ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ചെങ്കനലാണ് VS. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.
ഇതാണ് അദ്ദേഹത്തെ ആസ്പിൻവാൾ ഒടുവിൽ VS എന്ന രണ്ടക്ഷരത്തിന്റെ മാന്ത്രികതയിൽ മലയാളികളുടെ ആകെ ഹൃദയത്തിൽ കുടിയേറിയ VS. കുട്ടിക്കാലത്ത് ജീവിതം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനു വേണ്ടി പുന്നപ്ര പറവൂർ ജംഗ്ഷനിലെ ജ്യേഷ്ഠൻ ഗംഗാധരന്റെ തയ്യൽക്കടയിലെ സഹായിയായി കൂടി. സമീപമുള്ള കയർ ഫാക്ടറി തൊഴിലാളികളുടെ സന്ദർശന കേന്ദ്രം. തൊഴിലാളികളുടെ ജീവിതത്തെക്കുറിച്ചും നാട്ടിലെ സംഭവ വികാസങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്യുന്നതിൽ ബാലനായ അച്യുതാനന്ദന്റെ കണ്ണും കാതും ഉടക്കി. ഇതാണ് അദ്ദേഹത്തെ ആസ്പിൻവാൾ കയർ ഫാക്ടറി തൊഴിലാളിയായി എത്തിച്ചത്. ജോലിക്കിടയിൽ ഒരു ദിവസം സഖാവ് P. കൃഷ്ണപിള്ള വരുന്നു. ആ കൂടിക്കാഴ്ച യൗവനത്തിലേക്ക് പദമൂന്നിക്കൊണ്ടിരുന്ന അച്യുതാനന്ദന്റെ ജീവിതത്തെയാകെ മാറ്റിമറിച്ചു. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം 40കളുടെ ആദ്യം കുട്ടനാട്ടിലേക്ക് പോയി കർഷക തൊഴിലാളികളെ സംഘടിപ്പിച്ചു. കുട്ടനാടൻ പാടവരമ്പുകളിലും ചതുപ്പുകളിലും നീന്തിയും തുടിച്ചും നടത്തിയ പ്രവർത്തനം. 1943 തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപിക്കപ്പെട്ടു. സംഘടന പിന്നീട് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയനായി. പിന്നെ അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയനായും വളർന്നു. പിന്നെ യുവാവായ VSനെ കാണുന്നത് മികച്ച സംഘാടകനായാണ്. ചെത്തുതൊഴിലാളി യൂണിയൻ, മത്സ്യത്തൊഴിലാളി യൂണിയൻ, കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ. കയർ ഫാക്ടറി തൊഴിലാളി സമരം ഒടുവിൽ പുന്നപ്ര വയലാർ സമരമായി ഇതിഹാസം രചിച്ചു. സമരത്തെ തുടർന്ന് പൂഞ്ഞാറിൽ ഒളിവിലിരിക്കുമ്പോൾ പോലീസ് പിടിയിലായി. കൊടും മർദ്ദനം. കാൽവെള്ളയിൽ പോലീസ് ബയണറ്റ് കുത്തിയിറക്കി. CPMന്റെ സ്ഥാപക നേതാക്കളിലൊരാൾ. 1964 ദേശീയ കൗൺസിൽ യോഗത്തിൽ നിന്ന് ആശയ ഭിന്നതയുടെ പേരിൽ ഇറങ്ങിപ്പോന്ന 32 സഖാക്കളിൽ ഒരാൾ. പിന്നീട് അവരുടെ നേതൃത്വത്തിൽ ആന്ധ്രയിലെ തെനാലിയിൽ ചേർന്ന കൺവെൻഷനാണ് CPIM രൂപീകരണത്തിന് നാന്ദി കുറിച്ചത്. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, CPM സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം, LDF കൺവീനർ. ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ VS വഹിക്കാത്ത പദവികളില്ല. ഒറ്റയാനായി പൊരുതിയ കാലങ്ങളിലൊന്നും VSനെ കമ്മ്യൂണിസ്റ്റ് കേരളം ഒറ്റയ്ക്ക് വിട്ടിട്ടില്ല. കണ്ണേ കരളെ എന്ന് വിളിച്ച് കൂടെ നിന്നു. 40കളിലെ ഫ്യൂഡൽ കൊളോണിയൽ കാലം മുതൽ 2014 ശേഷമുള്ള ഹിന്ദുത്വ രാഷ്ട്രീയാധികാര കാലം വരെ എല്ലാ ചൂഷിത വ്യവസ്ഥകളോടും പൊരുതി. കേരള ജനതയുടെ രാഷ്ട്രീയ പ്രതിരോധത്തിന്റെ മുഖമായി VS. നിയമസഭയ്ക്കകത്തും പുറത്തും VS തന്റേതായ ശൈലിയിൽ നടത്തിയ പ്രസംഗങ്ങളും നർമ്മം കലർന്ന പ്രതികരണങ്ങളും ഏറെ ശ്രദ്ധേയമായിരുന്നു. പാമോലിൻ, ഐസ്ക്രീം പാർലർ, ഇടമലയാർ എന്നീ വിവാദ കേസുകളിൽ ഒറ്റയ്ക്ക് പോരാടി. എൻഡോസൾഫാൻ, പ്ലാച്ചിമട, കൊക്കക്കോള വിരുദ്ധ സമരം എന്നിങ്ങനെ ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തു. മതികെട്ടാൻ മല നടന്നുകയറി. സൂര്യനെല്ലിയിലെ പാവം പെൺകുട്ടിക്ക് താങ്ങും തണലുമായി ആ മനുഷ്യൻ നിന്നു. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ സമരമെന്നാൽ കേരളത്തിന് VS ആയി. ഔദ്യോഗിക നേതൃത്വം എതിർത്തപ്പോഴും കൂസാതെ അദ്ദേഹം മുന്നോട്ടുപോയി. 83 വയസ്സിൽ കേരള മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ആദ്യം സീറ്റ് നിഷേധിച്ച പാർട്ടിക്ക് ശക്തമായ ജനകീയ ഇടപെടലിനെ തുടർന്ന് സീറ്റ് നൽകേണ്ടി വന്നതും ചരിത്രം. VS ഉണർന്നു പ്രവർത്തിച്ചപ്പോഴെല്ലാം കേരള രാഷ്ട്രീയവും ഉണർന്നു. നീട്ടിയും കുറുക്കിയുമുള്ള ആ പ്രസംഗത്തിന്റെ ചാരുത ഇനി ഓർമ്മയാകും. കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന് സീതാറാം യെച്ചൂരി വിശേഷിപ്പിച്ച സാക്ഷാൽ VS. AKജിക്ക് ശേഷം ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. ചെങ്കനലാണ് VS. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. മറ്റു വാർത്തകൾ നോക്കാം. ബാങ്ക് ഓഹരികളുടെ മുന്നേറ്റത്തിൽ സെൻസെക്സും നിഫ്റ്റിയും നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സെൻസെക്സ് 443 പോയിന്റ് അഥവാ 0.54% ഉയർന്ന് 82,200.34 ക്ലോസ് ചെയ്തു. നിഫ്റ്റി 50 പോയിന്റ് അഥവാ 0.49% ഉയർന്ന് 25,090.7 അവസാനിച്ചു. BSE മിഡ് ക്യാപ് സൂചിക 0.55% ഉയർന്നു. HDFC ബാങ്ക്, ICICI ബാങ്ക് തുടങ്ങിയവയുടെ ശക്തമായ നേട്ടങ്ങൾ വിപണിയുടെ തിരിച്ചുവരവിന് സഹായിച്ചു. ഓട്ടോ, ക്യാപിറ്റൽ ഗുഡ്സ്, പ്രൈവറ്റ് ബാങ്ക്, പവർ, റിയാലിറ്റി, മെറ്റൽ തുടങ്ങിയവ 0.5 മുതൽ 1% വരെ ഉയർന്നു. IT, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ്, FMCG എന്നിവ 0.4 മുതൽ 1% വരെ താഴ്ന്നു. എറ്റേണൽ, ICICI ബാങ്ക്, HDFC ബാങ്ക്, HDFC ലൈഫ്, ശ്രീറാം ഫിനാൻസ് എന്നിവ നിഫ്റ്റിയിൽ നേട്ടമുണ്ടാക്കി. ഇൻഡസ്ഇൻഡ് ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, വിപ്രോ, HCL ടെക്, ഐഷർ ബാങ്ക് മോട്ടോഴ്സ് എന്നിവ നഷ്ടത്തിലായി. ഏകദേശം 1883 ഓഹരികൾ നേട്ടമുണ്ടാക്കി. 2101 ഓഹരികൾ ഇടിഞ്ഞു. 168 ഓഹരികൾ മാറ്റമില്ലാതെ തുടർന്നു.
ഇന്തോ US വ്യാപാര കരാറിനായുള്ള അടുത്ത റൗണ്ട് ചർച്ച ഓഗസ്റ്റിൽ US സംഘം ഇന്ത്യയിലെത്തും. വാഷിംഗ്ടണിൽ നടന്ന ചർച്ചകൾക്ക് ശേഷം നിർദ്ദിഷ്ട ഉഭയകക്ഷി വ്യാപാര കരാറിനെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾക്കായാണ് US സംഘം ഇന്ത്യ സന്ദർശിക്കുന്നത്. ആഗസ്റ്റ് പകുതിയോടെയാണ് സംഘം എത്തുക. ആഗസ്റ്റ് 1 അമേരിക്കയുടെ പ്രതികാര തീരുവ പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ചർച്ച നീളുന്നത്. കരാറിനായുള്ള 5ാം റൗണ്ട് ചർച്ച കഴിഞ്ഞയാഴ്ച വാഷിംഗ്ടണിൽ അവസാനിച്ചിരുന്നു. ഓൺലൈനായാണ് അടുത്തഘട്ട ചർച്ചകളെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ട്. ഇന്ത്യയുടെ കാർഷിക മേഖല അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന അമേരിക്കൻ ആവശ്യമാണ് കരാറിന് തടസ്സമെന്നാണ് റിപ്പോർട്ട്. ജനിതകമാറ്റം വരുത്തിയ സോയ, ചോളം തുടങ്ങിയവയ്ക്ക് ഇന്ത്യൻ വിപണി പിടിച്ചടക്കാൻ ആവശ്യമായ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തണം. അമേരിക്കൻ ക്ഷീരോൽപ്പന്നങ്ങൾക്കും ഇന്ത്യൻ വിപണി തുറന്നുകൊടുക്കണമെന്നതാണ് മറ്റൊരാവശ്യം. പല സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പെടുത്ത സാഹചര്യത്തിൽ കർഷകരുടെ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്ന തീരുമാനങ്ങൾ തിരിച്ചടിയായേക്കുമെന്ന ഭയം സർക്കാരിനുണ്ട്. കാർഷിക ക്ഷീര മേഖലകളെ ഇടക്കാല കരാറിൽ നിന്ന് ഒഴിവാക്കാനുള്ള വഴിയാണ് കേന്ദ്ര സർക്കാർ തേടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വീണ്ടും ഒരു തിരുത്തൽ സാധ്യതയെന്ന സൂചനയുമായി നുവാമ. ആഗോളതലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ഏറ്റവും ചെലവേറിയ വിപണികളിലൊന്നായി തുടരുന്നതാണ് കാരണമെന്നും റിപ്പോർട്ട്. ഇന്ത്യയുടെ അടുത്ത ഒരു വർഷത്തേക്കുള്ള വിപണിയുടെ പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ അഥവാ വില വരുമാന അനുപാതം 23:3 ആണ്. എമർജിംഗ് വിപണികളിലെ ഏറ്റവും വലിയ ഫോർവേഡ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ ആണിതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അതായത് അടുത്ത ഒരു വർഷത്തിനകം ഇന്ത്യൻ കമ്പനികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ ഓരോ 1 രൂപയ്ക്കും നിക്ഷേപകർ ശരാശരി 23.30 നൽകാൻ തയ്യാറാണെന്നാണ് ഇത് വ്യക്തമാക്കുന്നത്. എമർജിംഗ് വിപണിയുടെ സൂചികയുടെ ഫോർവേഡ് പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ 12:8 ആയിരിക്കെയാണ് ഇതെന്നതാണ് ശ്രദ്ധേയം. കൂടാതെ അമേരിക്കൻ വിപണിയുടേത് 22:4 ആണെന്നും നുവാമ ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യൻ വിപണിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രം പരിശോധിച്ചാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.6 ആണ്. ഇത് ചരിത്രപരമായ നിലവാരവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഉയർന്ന മൂല്യനിർണ്ണയത്തെയാണ് സൂചിപ്പിക്കുന്നതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഇന്ത്യൻ വിപണികളുടെ മൂല്യനിർണ്ണയം ചരിത്രപരമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കുമ്പോൾ കൂടുതൽ തിരുത്തലുകൾക്ക് വിധേയമാകാനാണ് സാധ്യത. നിലവിൽ ഒട്ടനവധി ഓഹരികൾ ഉയർന്ന വളർച്ചാ നിരക്കിലും അതുവഴി ഉയർന്ന മൂല്യനിർണ്ണയത്തിലും വ്യാപാരം നടത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിരാശയുണ്ടായാൽ ഈ ഓഹരികളുടെ വിലകളിൽ അസ്ഥിരതയ്ക്കിടയാക്കാമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതിയ ആദായ നികുതി വകുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് സെലക്ട് കമ്മിറ്റി. ചെറുകിട നികുതിദായകർക്ക് റീഫണ്ട് വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന് ശുപാർശ. ആദായ നികുതി റിട്ടേൺ കൃത്യസമയത്ത് സമർപ്പിച്ചില്ലെങ്കിലും ചെറുകിട നികുതിദായകർക്ക് റീഫണ്ട് നൽകുന്നതിൽ കാലതാമസം വരുത്താൻ പാടില്ലെന്നാണ് ശുപാർശ. IT ബില്ലിലെ 433 വകുപ്പ് പ്രകാരം റിട്ടേൺ നൽകി റീഫണ്ട് അവകാശപ്പെടാമെന്നാണ് വ്യവസ്ഥ. അതേസമയം 263 ഉപവകുപ്പ് പ്രകാരം നിശ്ചിത തീയതിക്കകം റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. 2 വ്യവസ്ഥകളിലും വൈരുദ്ധ്യമുള്ളതിനാലാണ് കമ്മിറ്റി ചെറുകിടക്കാർക്ക് ഇളവ് നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് വിലയിരുത്തൽ. കൂടാതെ ക്യാപിറ്റൽ അസറ്റ് അഥവാ മൂലധനാസ്തി, ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ കമ്പനി എന്നിവയുടെ നിർവചനത്തിൽ കൃത്യത വരുത്തണം. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്കുള്ള നിർവചനങ്ങൾ MSME നിയമവുമായി യോജിപ്പിക്കണം. മാതൃകമ്പനി എന്ന പദം വ്യക്തമായി നിർവചിക്കണമെന്നും ശുപാർശയിൽ പറയുന്നു. സൂക്ഷ്മ ചെറുകിട സംരംഭങ്ങൾക്കുള്ള നിർവചനങ്ങൾ MSME നിയമവുമായി യോജിപ്പിക്കാൻ ധനകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൂലധന നേട്ടങ്ങൾ, നഷ്ടങ്ങൾ കൈമാറൽ, പെൻഷൻ പദ്ധതി സംഭാവനകൾ, ചാരിറ്റികൾക്കുള്ള സംഭാവനകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ക്ലോസുകളിലെ ചില പോരായ്മകളും കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിപണിയെ നിരാശപ്പെടുത്തിയ അൾട്രാടെക് പാദഫലം പ്രതീക്ഷിച്ചത് 2463 കോടി രൂപയുടെ അറ്റാദായം. റിപ്പോർട്ട് ചെയ്തത് 2226 കോടി രൂപ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് നിർമ്മാതാക്കളായ ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അൾട്രാടെക് ഈ പാദത്തിൽ അറ്റാദായത്തിൽ 49% മുന്നേറ്റമാണ് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ 8 ബ്രോക്കറേജുകളുടെ പ്രതീക്ഷ ഇതിലും ഉയർന്നതായിരുന്നു. നടപ്പ് സാമ്പത്തിക വർഷത്തിന്റെ ആദ്യ പാദത്തിൽ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള കമ്പനിയുടെ വരുമാനം 17.7% വർദ്ധിച്ച് 21,275.45 കോടി രൂപയായി. കഴിഞ്ഞ വർഷം ഇത് 18,818.56 കോടി രൂപയായിരുന്നു. വിൽപ്പനയിൽ 9.7% വളർച്ചയുണ്ടായി. സിമന്റ് വിൽപ്പന 36.83 ദശലക്ഷം ടണ്ണായി ഉയർന്നതാണ് കാരണം. ദി ഇന്ത്യ സിമന്റ്സ് ലിമിറ്റഡും കെസോറാം ഇൻഡസ്ട്രീസിന്റെ സിമന്റ് ബിസിനസ്സും സംയോജിപ്പിച്ച നടപടി നേട്ടമായതായും വിപണി വിദഗ്ധർ വിലയിരുത്തുന്നു. അതേസമയം കമ്പനി ഏറ്റെടുക്കലുകൾ ലാഭം കുറയാൻ കാരണമായിട്ടുണ്ടെന്നും സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആഗോളതലത്തിൽ ഏറ്റവും സജീവമായ IPO വിപണിയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് EY റിപ്പോർട്ട്. ഫണ്ട് സമാഹരണത്തിൽ സ്ഥാനം US-നും ചൈനയ്ക്കും പിന്നിൽ.
ലിസ്റ്റിംഗുകളുടെ എണ്ണത്തിൽ ആഗോളതലത്തിൽ ഏറ്റവും സജീവമായ IPO വിപണിയാണ് ഇന്ത്യയുടേത്. ഇന്ത്യൻ വിപണിയിൽ റീറ്റെയിൽ നിക്ഷേപകരുടെ താൽപര്യം ശക്തമായി തുടരുന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. ആഗോള അനിശ്ചിതത്വങ്ങൾ ഇന്ത്യൻ റീറ്റെയിൽ നിക്ഷേപകരുടെ ആത്മവിശ്വാസത്തെ ബാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. EY ഗ്ലോബലിന്റെ IPO ട്രെൻഡ്സ് എന്ന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. 2025 ആദ്യ പകുതിയിൽ 108 IPO ആണ് ഇന്ത്യൻ വിപണിയിൽ നടന്നത്. $4.6 ബില്യൺ സമാഹരിച്ചു. മുൻകാലയളവിനെ അപേക്ഷിച്ച് ഇടപാടിൽ 30% കുറവുണ്ടായി. 2025 ആദ്യ പകുതിയിൽ ആഗോള IPO വരുമാനത്തിന്റെ 8% മാത്രമാണ് ഇത്. US-ന് 28%, ചൈനയ്ക്ക് 34%. ഇത്തരത്തിൽ നിക്ഷേപ സമാഹരണത്തിൽ കുറവ് വന്നതിന്റെ കാരണം നിലവിലെ IPO-കൾ വലിപ്പമേറിയവയാണ് എന്നതാണ്. അതായത് സാമ്പത്തികമായി ശക്തരായ കമ്പനികളാണ് ഇപ്പോൾ IPO-യുമായി കടന്നു വരുന്നതെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. IPO-യിൽ നിക്ഷേപം നടത്തുന്നവർ വലിപ്പത്തേക്കാൾ കൂടുതൽ ഗുണമേന്മയ്ക്കാണ് മുൻതൂക്കം നൽകുന്നത്. മികച്ച ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളുടെ IPO-കൾക്കാണ് താൽപര്യമെന്നും EYയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കൂടി. ഗ്രാമിന് 10 രൂപയും പവന് 80 രൂപയും വർദ്ധിച്ച് 1 ഗ്രാം സ്വർണത്തിന് 9,180 രൂപയും പവന് 73,440 രൂപയുമായി. വെള്ളി ഗ്രാമിന് 126 രൂപയാണ് പുതിയ വില. കേരള വാർത്തകൾ നോക്കാം. ഓണത്തിന് 6 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകുമെന്ന് സർക്കാർ. മഞ്ഞക്കാർഡ് ഉടമകൾക്ക് 15 ഇനങ്ങൾ അടങ്ങിയ കിറ്റാണ് ഇത്തവണ സൗജന്യമായി ലഭിക്കുക. വെളിച്ചെണ്ണ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ അറിയിച്ചു. 1/2 ലിറ്റർ വെളിച്ചെണ്ണയും 1/2 കിലോ പഞ്ചസാരയും ചെറുപയർ പരിപ്പ്, സേമിയ പായസം മിക്സ്, മിൽമ നെയ്യ്, കശുവണ്ടി പരിപ്പ്, സാമ്പാർ പൊടി, മുളകുപൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, തേയില, ചെറുപയർ, തുവരപ്പരിപ്പ്, പൊടിയുപ്പ്, തുണിസഞ്ചി എന്നിവയടങ്ങുന്നതാണ് ഇത്തവണത്തെ ഓണക്കിറ്റ്. ക്ഷേമസ്ഥാപനങ്ങളിലെ 4 അംഗങ്ങൾക്ക് 1 കിറ്റ് സൗജന്യമായി ലഭിക്കും. നീല കാർഡുകാർക്ക് 10 കിലോയും വെള്ള കാർഡുകാർക്ക് 15 കിലോയും അരി 10 രൂപ 90 പൈസ നിരക്കിൽ നൽകും. 53 ലക്ഷം കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്നാണ് സർക്കാർ കണക്കാക്കുന്നത്. 94 ലക്ഷം കാർഡുകാർക്ക് 10 കിലോ കെ റൈസ് 25 രൂപ നിരക്കിൽ നൽകും. നിലവിൽ 29 രൂപയ്ക്ക് നൽകുന്ന അരിയാണിത്. ഓണക്കാലത്ത് വെളിച്ചെണ്ണ വിലക്കുറവിൽ ലഭ്യമാക്കുമെന്നും ഇതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ഇതിനു പുറമെ സംസ്ഥാന വ്യാപകമായി സപ്ലൈകോ ഓണച്ചന്ത നടത്തും. ഇക്കുറി തിരുവനന്തപുരത്തിനു പുറമെ പാലക്കാട്ടും മെഗാ ഫെയർ നടത്തും. സംസ്ഥാനം ആവശ്യപ്പെട്ട അരി കേന്ദ്ര സർക്കാർ നിഷേധിച്ച സാഹചര്യത്തിലാണ് കേരളം സ്വന്തം നിലയിൽ അരി വില കുറച്ച് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. സമരനായകന് വിട. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. ആദരസൂചകമായി നാളെ പൊതു അവധി. ഇന്തോ-US വ്യാപാര കരാറിനായുള്ള അടുത്ത റൗണ്ട് ചർച്ച ഓഗസ്റ്റിൽ. US സംഘം ഇന്ത്യയിലെത്തും. ഇന്ത്യൻ ഓഹരി വിപണിയിൽ വീണ്ടും തിരുത്തൽ സാധ്യതയെന്ന് നൊവാമ. ആഗോളതലത്തിൽ ഇന്ത്യൻ ഓഹരി വിപണി ഏറ്റവും ചെലവേറിയ വിപണികളിൽ ഒന്നായി തുടരുന്നതാണ് കാരണമെന്നും റിപ്പോർട്ട്. പുതിയ ആദായ നികുതി വകുപ്പ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച സെലക്ട് കമ്മിറ്റി. ചെറുകിട നികുതിദായകർക്ക് റീഫണ്ട് വ്യവസ്ഥയിൽ ഇളവ് നൽകണമെന്ന് ശുപാർശ. വിപണിയെ നിരാശപ്പെടുത്തി അൾട്രാടെക് പാദഫലം. പ്രതീക്ഷിച്ചത് 2,463 കോടി രൂപയുടെ അറ്റാദായം. റിപ്പോർട്ട് ചെയ്തത് 2,226 കോടി രൂപ. ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.